ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനത്തിൽ തീരുമാനമായില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24-നോട്. VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്കിടെ സീറ്റ് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. MP-മാർ മത്സരിക്കണോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അടൂർ പ്രകാശ് 24-നോട് പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ്. UDF-ന്റെ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രാഥമികമായ ആദ്യ ദിവസത്തെ പ്രതികരണം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി നമ്മളോടൊപ്പം ചേരുന്ന UDF കൺവീനർ അടൂർ പ്രകാശാണ്. സ്വാഗതം. വലിയ രീതിയിലുള്ളൊരു തുടക്കമാണ് നമ്മൾ കണ്ടത്. UDF-ന് എത്രമേൽ ആത്മവിശ്വാസം ഭരണത്തിലേക്ക് തിരിച്ചു വരൽ? 10 വർഷമായി പ്രതിപക്ഷത്താണ്. തീർച്ചയായും UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് വരാൻ പോവുകയാണ്. ആ റിസൾട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്നും ആരംഭം കുറിച്ച ഈ ജാഥയിലുടനീളം കണ്ട ജനങ്ങളുടെ ആവേശകരമായ പ്രവർത്തനങ്ങളും പങ്കാളിത്തവും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ഉള്ള എല്ലാ തയ്യാറെടുപ്പുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഒരു സംശയം വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF അധികാരത്തിൽ വരും. UDF കൺവീനറുടെ കണക്ക് കൂട്ടലുകളിൽ, കാരണം നിലമ്പൂരിൽ നമ്മൾ പറയുന്നത് കേട്ടതാണ്, എത്ര സീറ്റ്? ഞങ്ങൾ 100-ൽ കുറയാതുള്ള സീറ്റുകളിൽ UDF ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കും. മറ്റൊന്ന്, അങ്ങുൾപ്പെടെയുള്ള MP-മാർ മത്സരരംഗത്തുണ്ടാകുമോ? ആ കാര്യത്തിലൊരു തീരുമാനമായോ? അല്ല, അക്കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം എടുത്തതിന് ശേഷം അതിന് മറുപടി പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ കണ്ട് ഞാൻ അതിനകത്ത് ഒരു MP ആയതുകൊണ്ട് MP എന്നുള്ള നിലയിൽ ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അതൊക്കെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും മുമ്പോട്ട് പോകും. മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ എവിടം വരെയായി? ചില ലീഗിൻ്റെ സീറ്റുകൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഫൈനൽ തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല. സ്ഥാനാർത്ഥി നിർണ്ണയം എപ്പോഴത്തേക്കുണ്ടോ? ഉടൻ തന്നെ ഉണ്ടാകും. വലിയ കാലതാമസമൊന്നും ഉണ്ടാകില്ല. ഈ ജാഥയിൽ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ തന്നെ എന്തായാലും നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയവും മറ്റും ഉണ്ടാകും. ജാഥ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുമെന്നുള്ളതാണ് UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം കാസർഗോഡ് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.